നമസ്കാരം. നമ്മുടെയെല്ലാം ഉള്ളിൽ ഒരിക്കലും കെട്ടുപോകാത്ത ഒരു ദിവ്യമായ പ്രകാശമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അറിവിന്റെയും ബോധത്തിന്റെയും ഒരു ശാശ്വത ജ്വാല. ഇന്ന് നമ്മൾ 1965 മാർച്ചിലെ അഖണ്ഡജ്യോതിയുടെ താളുകളിലൂടെ ഒരു യാത്ര പോവുകയാണ്, കാലത്തെ അതിജീവിച്ച ആ ജ്ഞാനത്തെ കണ്ടെത്താൻ. അപ്പോ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം നമ്മൾ അഖണ്ഡജ്യോതിയുടെ പ്രകാശം എന്താണെന്ന് മനസ്സിലാക്കും. അവിടെ നിന്ന് ഉത്തമ ചിന്തകളുടെ ശക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിയും. പിന്നീട് ധാർമ്മികതയുടെ പാതയിലൂടെ നടന്ന് ദിവ്യമായൊരു ജീവിതം എങ്ങനെ സാധ്യമാക്കാം എന്ന് നോക്കും. അവസാനം ഇതെല്ലാം ചേർത്ത് നിങ്ങളുടെ ആന്തരിക ജ്വാലയെ എങ്ങനെ കൂടുതൽ പ്രകാശമാനമാക്കാമെന്ന് നമുക്ക് കാണാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? നമ്മുടെ ആദ്യത്തെ പടി എന്താണ് ഈ അഖണ്ഡജ്യോതിയുടെ പ്രകാശം? ഈ പേരിന് പിന്നിലെ ആ അണയാത്ത ദീപം എന്ന ആശയത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോ അഖണ്ഡജ്യോതി എന്ന് പറഞ്ഞാൽ അതൊരു മാസികയുടെ പേര് മാത്രമല്ല കേട്ടോ, അതൊരു വലിയ സങ്കല്പമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒന്നിനും കെടുത്താൻ കഴിയാത്ത ആത്മാവിന്റെ ഒരു പ്രകാശമുണ്ട്. പുറത്തുനിന്നും തേടിപ്പിടിക്കേണ്ട ഒന്നല്ല അത്, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ആ ദിവ്യമായ ജ്വാലയെ കണ്ടെത്തുക എന്നതാണ് കാര്യം. അപ്പോ ഈ ഉള്ളിലെ ജ്വാലയെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അതിന്റെ താക്കോല് അത് നമ്മുടെ ചിന്തകളിലാണിരിക്കുന്നത്. ഏതൊരു സൃഷ്ടിയുടെയും തുടക്കം ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്നാണെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന സൃഷ്ടിയുടെ തീപ്പൊരി നമ്മുടെ നല്ല ചിന്തകളാണ്. അവയുടെ ശക്തിയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെ വിധി സത്യത്തിൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പുറത്തുള്ള സാഹചര്യങ്ങളിൽ നിന്നാണോ അതോ മറ്റുള്ളവരിൽ നിന്നോ? യുഗർഷിയുടെ പഠിപ്പിക്കലുകൾ നമ്മളെ ഈ ഒരു അടിസ്ഥാന ചോദ്യത്തിനു മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ലളിതമാണ്, പക്ഷേ അത്രയേറെ ശക്തവുമാണ്. നമ്മുടെ പുറമേയുള്ള ലോകം രൂപപ്പെടുന്നത് നമ്മുടെ ഉള്ളിലെ ലോകത്തു നിന്നാണ്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഒരു വിത്ത് പോലെയാണ്. ആ വിത്തുകളാണ് നമ്മുടെ ജീവിതമാകുന്ന യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഏതൊരു മാറ്റവും തുടങ്ങേണ്ടത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. യുഗഋഷിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകും. ചിന്ത വിത്താണ്, പ്രവൃത്തി പൂവാണ്, വിധി ഫലമാണ്. ഒരു വലിയ മരത്തിന്റെ മുഴുവൻ സാധ്യതയും ഒരു കുഞ്ഞു വിത്തിൽ ഒതുങ്ങിയിരിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സാധ്യതയും നമ്മുടെ ഓരോ ചിന്തയിലുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ വിചാരക്രാന്തി അഥവാ ചിന്താ വിപ്ലവം എന്ന് വിളിച്ചത്. പുറംലോകം മാറുന്നതിനു മുൻപ് നമ്മുടെ ചിന്തകളെ മാറ്റുക. ശരി, നല്ല ചിന്തകൾ മനസ്സിലുണ്ടായി, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഒരു തീപ്പൊരി ഉണ്ടായാൽ മാത്രം പോരല്ലോ, കാറ്റത്തത് അണഞ്ഞുപോകാതെ സംരക്ഷിക്കുകയും വേണം. അതിനുള്ള വഴിയാണ് ധാർമ്മികതയുടെ പാത. അച്ചടക്കത്തിലൂടെ ആ ജ്വാലയെ എങ്ങനെ ആളിക്കത്തിക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല ചിന്തകൾ മനസ്സിലുണ്ടാകുന്നത് വളരെ നല്ല കാര്യം തന്നെ, പക്ഷേ അതുമാത്രം മതിയോ? ഒരു വിത്ത് കയ്യിൽ കിട്ടിയെന്ന് വെച്ച് അത് മരമാകുമോ? ഇല്ലല്ലോ. അതിന് നടണം, വെള്ളമൊഴിക്കണം, സംരക്ഷിക്കണം. അതുപോലെ നമ്മുടെ നല്ല ചിന്തകളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ബോധപൂർവമായ ശ്രമം വേണം. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന ഘട്ടമാണിത്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ ഉറപ്പുള്ളതാക്കുക? അതിന് വളരെ വ്യക്തമായ 4 പടികളാണ് ഇവിടെ പറയുന്നത്. അത് തുടങ്ങുന്നത് സങ്കല്പത്തിൽ നിന്നാണ്, അതായത് ശരിയായ ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന്. പിന്നീട് വരുന്നു സംയമം അഥവാ ആത്മനിയന്ത്രണം. അതിലൂടെ നമ്മൾ സ്വാധ്യായമെന്ന സ്വയം പഠനത്തിലേക്ക് കടക്കുന്നു. ഈ യാത്ര പൂർണ്ണമാകുന്നത് സേവയിലൂടെയാണ്, അതായത് നിസ്വാർത്ഥമായ സേവനത്തിലൂടെ. ഇതൊരു പ്രായോഗിക പദ്ധതിയാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ മുന്നിൽ ശരിക്കും 2 വഴികളുണ്ട്. ഒന്ന് അഹംഭാവത്തിന്റെ പാത. അവിടെ എപ്പോഴും പ്രശംസയ്ക്കും നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള ഓട്ടമാണ്. ഫലമോ ഭയവും ഉത്കണ്ഠയും. മറ്റൊന്ന് ആത്മാവിന്റെ വഴി. അവിടെ സത്യത്തിനും കടമയ്ക്കുമാണ് പ്രാധാന്യം. അവിടെ നമുക്ക് സമാധാനവും വിശ്വാസവും കണ്ടെത്താം. തിരഞ്ഞെടുപ്പ് ഓരോ നിമിഷവും നമ്മുടേതാണ്, അല്ലേ? നമ്മുടെ ഉള്ളം തെളിയുമ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അത് മറ്റുള്ളവരിലേക്കും ഒഴുകിത്തുടങ്ങും. അപ്പോഴാണ് നമ്മളൊരു ദിവ്യമായ ജീവിതത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ ഈ ലോകത്തിന് ഒരു പ്രകാശമായി മാറുന്നതിനെക്കുറിച്ചാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നറിയുമോ? ഈ 1 എന്ന സംഖ്യയിൽ എല്ലാമുണ്ട്. ഞാൻ, നീ, മറ്റുള്ളവർ എന്ന വേർതിരിവുകൾക്കപ്പുറം എല്ലാ ജീവജാലങ്ങളിലും ഒരേ ഒരു ദിവ്യ ചൈതന്യം കുടികൊള്ളുന്നു എന്ന് തിരിച്ചറിയുക. മനുഷ്യനിലും മൃഗങ്ങളിലും ഈ പ്രകൃതിയിലുമെല്ലാം ആ ഒന്നിനെ കാണാൻ കഴിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പോ ഈ അറിവൊക്കെ നേടിയെടുത്ത് നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. അവിടെയാണ് യുഗനിർമ്മാണം എന്ന വലിയ ആശയം വരുന്നത്. അതിന്റെ അർത്ഥം ഒരു പുതിയ യുഗത്തെ നിർമ്മിക്കുക എന്നാണ്. ലോകം നന്നാകാൻ വേണ്ടി കാത്തിരിക്കാതെ നമ്മൾ ഓരോരുത്തരും സ്വയം നന്നാകുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകവും തനിയെ നന്നാകും. മികച്ച മനുഷ്യർ ഒരു മികച്ച ലോകമുണ്ടാക്കുന്നു. അതാണ് യുഗനിർമ്മാണം.
അപ്പോ ഒരു ചെറിയ ചിന്തയുടെ തീപ്പൊരിയിൽ നിന്ന് തുടങ്ങി ഒരു പുതിയ യുഗത്തെക്കുറിച്ച് വരെ നമ്മൾ സംസാരിച്ചു. ഇത്രയും നേരം സംസാരിച്ചതിൻ്റെയെല്ലാം ഒരു രത്നച്ചുരുക്കം നോക്കിയാലോ? നമ്മുടെ ഉള്ളിലെ ആ ജ്വാലയെ എങ്ങനെയാണ് എപ്പോഴും പ്രകാശമാനമാക്കി നിർത്തേണ്ടത്? നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ വഴി. ആദ്യം നമ്മുടെ ചിന്തകളെ ശുദ്ധമാക്കുക. കാരണം എല്ലാത്തിൻ്റെയും തുടക്കം അവിടെയാണ്. പിന്നെ ആത്മനിയന്ത്രണം കൊണ്ട് ആ ചിന്തകൾക്ക് ശക്തി കൊടുക്കുക. ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കുക. എല്ലാറ്റിലും ആ ഒരേയൊരു ദിവ്യ ചൈതന്യത്തെ കാണുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിന് വെളിച്ചം നൽകുന്ന ഓരോ ദീപസ്തംഭങ്ങളായി മാറും. ഇതൊരു വെറും തത്വസംഹിതയല്ല, മറിച്ച് പ്രായോഗികമായൊരു ജീവിത രീതിയാണ്. അവസാനമായി യുഗഋഷിയുടെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടാം. നമ്മൾ അന്വേഷിക്കുന്ന ആ ദൈവികത അമ്പലങ്ങളിലോ പുസ്തകങ്ങളിലോ അല്ല. ഏറ്റവും വലിയ തീർത്ഥാടനം നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവിനെ ഉണർത്തുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കും. അപ്പോ എന്റെ ചോദ്യം ഇതാണ്. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ ആ ജ്വാലയെ ജ്വലിപ്പിക്കാൻ നിങ്ങൾ എന്തു ചെയ്യും? അതൊരു നല്ല ചിന്തയിലൂടെയാണോ അതോ ഒരു ചെറിയ നല്ല പ്രവൃത്തിയിലൂടെയാണോ? ഈ യാത്ര തുടങ്ങാൻ മറ്റൊരു നല്ല ദിവസത്തിനായി കാത്തിരിക്കേണ്ടതില്ല. അത് തുടങ്ങുന്നത് ഇവിടെയാണ്, ഈ നിമിഷത്തിലാണ്. ചിന്തിക്കുക. നന്ദി.